കഥയ്ക്ക് പിന്നിലും ഒരു രഹസ്യമുണ്ടാകും. സ്റ്റോറി ടൈം. വലിയൊരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി പോവുകയാണ്. പോയി അവൾ ആ ഇന്റർവ്യൂവിൽ സെലക്ട് ആവുന്നുണ്ട്. ശേഷം വീട്ടിലോട്ട് മടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവക്കൊരു ഫോൺ കോൾ വരികയാണ്. ഇവള് മെല്ലെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, അവളുടെ ഫ്രണ്ട് അഞ്ജു ആയിരുന്നു. അവൾ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അഞ്ജു എന്നാൽ നേരെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അഞ്ജു ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: എടി, എനിക്ക് അർജന്റായിട്ടൊരു ഹെയർ ക്രാബ് വേണം, ഡിസൈൻ ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്, സെയിം ഡിസൈൻ തന്നെ വേണം, പരിപാടി ഉണ്ടെന്ന്. ഇതും പറഞ്ഞ് അഞ്ജു ഫോൺ കട്ടാക്കുകയാണ്. ഈ പെൺകുട്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അവൾ 2 സെക്കൻഡ്സ് ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ക്രാബിന്റെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. തന്റെ ഫ്രണ്ട് ആദ്യമായിട്ടാണ് തന്നോട് ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ചെറുതാണെങ്കിൽ പോലും ആ ഒരു കാര്യം സാധിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ഈ പെൺകുട്ടി ഓരോ ഫാൻസി കടകളിലും കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഒരു ഫാൻസി കടകളിലും താൻ അന്വേഷിച്ചത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവൾ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് വഴി തെറ്റുന്നുണ്ട്. അവൾ എത്തപ്പെടുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കാട്ടിലായിരിക്കും. ചുറ്റൂറും അവൾ നോക്കുന്നുണ്ട്, എന്നാൽ ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വെട്ടം അവൾ കാണുകയാണ്. മെല്ലെ ആ വെട്ടത്തിന് നേരെ അവൾ നടന്ന് നീങ്ങുന്നുണ്ട്. എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടുന്നത്. താൻ എന്തായിരുന്നു തേടിക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യം തന്റെ മുന്നിൽ. സെയിം ഹെയർ ക്രാബ്, അഞ്ജു പറഞ്ഞ സെയിം ഡിസൈനിലുള്ളത്. പെട്ടെന്ന് അവള് ആ ഒരു ഹെയർ ക്രാബ് എടുക്കുന്നുണ്ട്. ആ ഹെയർ ക്രാബ് എടുത്തുടൻ തന്നെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നു. കാറ്റ് ശക്തമായി വീശാനും ചുറ്റോറും ഇരുട്ടി വ്യാപിക്കാനും ഓരോ ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങി. അവൾ വേഗം ഹെയർ ക്രാബ് എടുത്ത് ബാഗിലിട്ട് അവിടെ നിന്ന് ഓടി എങ്ങനെയോ വീട്ടിലെത്തുന്നുണ്ട്. ശേഷം ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അവൾ കിടക്കുന്നുണ്ട്. എന്നാൽ സ്വപ്നത്തില് അവൾ അസ്വാഭാവികമായിട്ട് ഓരോന്ന് കാണാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അവൾ ഞെട്ടിച്ചാടി കണ്ണു തുറന്ന് നോക്കുമ്പം ബാഗിലെടുത്ത് വെച്ചിരുന്ന ഹെയർ ക്രാബ് അവളുടെ ഹെയറില്. അവളത് വലിച്ചൂരാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ അത് റിമൂവ് ആവുന്നുണ്ടാവില്ല. പെട്ടെന്നുള്ള വെപ്രാളത്തില് അവൾ ഉറക്കെ കരയാൻ തുടങ്ങും. ശേഷം അമ്മ റൂമിലോട്ട് വന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. അവളോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നതെന്ന്. ആ പെൺകുട്ടി പറയും, ഹെയർ ക്രാബ് എന്ന് പറഞ്ഞ് മുടിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഹെയർ ക്രാബ് അവിടെ കാണുന്നുണ്ടാവില്ല. അമ്മ പറയും, നീ രാമനാമം ജപിച്ച് കിടക്കാത്തതിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ലാന്ന്. അത് പറഞ്ഞ് അമ്മ ലൈറ്റ് ഓഫാക്കി റൂമിൽ നിന്ന് പോകുന്നുണ്ട്. ശേഷം ഈ പെൺകുട്ടി റൂമിന്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ അവള് സ്വപ്നത്ത് കണ്ടിരുന്ന സെയിം രൂപം അവളുടെ റൂമില്. അവൾ ഉറക്കെ ഒച്ച വെക്കാൻ തുടങ്ങി. എന്നാൽ ശബ്ദം മാത്രം വെളിയിലോട്ട് പോകുന്നുണ്ടാവില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവള് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ടാവും. കുറച്ച് സെക്കൻഡ്സിന് ശേഷം അവൾ ആ റൂമിന്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ രൂപം അവിടെ ഉണ്ടാവില്ല. അവൾ ചുറ്റോറ് നോക്കുന്നുണ്ട്, എന്നാൽ ആ രൂപത്തെ പിന്നെ കാണുന്നില്ല. അവൾ വേഗം ഫോൺ എടുത്ത് അഞ്ജുനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നട്ടപ്പാതിര നേരത്ത് വിളിക്കുമ്പോൾ നമ്മളാണെങ്കിലും പേടിക്കല്ലോ, അതുപോലെ അഞ്ജും പേടിച്ചു. അഞ്ജു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇടി എന്തടി, എന്താ പ്രശ്നം? അത് ചോദിച്ചായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പം ഈ പെൺകുട്ടി നേരെ പറയും, ഇടി നീ പറഞ്ഞില്ലിരുന്നോ ഒരു ഹെയർ ക്രാബ്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ നാളെ രാവിലെ ഞാൻ നിനക്ക് വീട്ടിലെത്തിക്കുന്നു. അപ്പൊ അഞ്ജു ചോദിക്കും, ഹെയർ ക്രാബോ? ഏത് ഹെയർ ക്രാബിന്റെ കാര്യം നീ പറയണേ? ഞാനൊരു ഹെയർ ക്രാബും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഈ പെൺകുട്ടി ചോദിക്കും, നീ തമാശ കളിക്കല്ലേ, ഞാൻ അല്ലെങ്കിലേ ഇവിടെ കുറച്ച് പ്രശ്നത്തിലാണ്, നീ അതിന്റെ കൂടെ നീയും കൂടി തമാശ അടിക്കാൻ നിൽക്കരുത്. അപ്പൊ അഞ്ജു ചോദിക്കും, നീ വല്ല സ്വപ്നം കണ്ടോന്ന്. അപ്പൊ പെൺകുട്ടി പറയും, ഇനി ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല, നീ തന്നെയല്ലായിരുന്നോ എന്നെ ഒന്ന് ഫോൺ വിളിച്ചങ്ങാണ്ട് പറഞ്ഞിരുന്നത്, നിനക്ക് ഒരു ഹെയർ ക്രാബ് വേണം, സെയിം ഡിസൈൻ തന്നെ വേണം, ഞാൻ ഡിസൈൻ വാട്സപ്പ് ചെയ്യാന്ന്, ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ഒപ്പിച്ചിരുന്നേന്ന് ചോദിക്കും. എന്നാൽ അഞ്ജു പറയും, ഇടി ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, നീ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടാവും, എന്തായാലും റിലാക്സ് ആയിട്ട് കിടക്ക്, നാളെ രാവിലെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അഞ്ജു ഫോൺ കട്ടാക്കുന്നുണ്ട്. അഞ്ജു ഫോൺ കട്ടാക്കിയ ശേഷം ഈ പെൺകുട്ടി അവൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അതില് ഹെയർ ക്രാബിന്റെ ഒരു ഫോട്ടോസും അതിൽ കാണുന്നുണ്ടാവില്ല. ശേഷം ഈ പെൺകുട്ടി കോൾ ഹിസ്റ്ററി നോക്കുന്നുണ്ട്. അതില്
ഈ പെൺകുട്ടി അഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്തതല്ലാതെ അഞ്ജു തിരിച്ചു കോണ്ടാക്ട് ചെയ്തതിന്റെ ഒരു ഹിസ്റ്ററിയും അതിൽ കാണുന്നുണ്ടാവില്ല. നേരം വെളുത്തുടൻ തന്നെ അഞ്ജു അവളെ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ച് നിനക്ക് എന്തേലും ഇന്നലെ പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി അഞ്ജുവിനെ അറിയിക്കുക. ഇതെല്ലാം കേട്ട ശേഷം അഞ്ജു പറയുന്നുണ്ട്, എടി എന്തോ ഒരു പ്രശ്നമുണ്ട്, നിനക്ക് എവിടുന്നാണോ ആ ഒരു ഹെയർ ക്രാബ് കിട്ടിയിരുന്നത്, നീ സെയിം സ്ഥലത്ത് തന്നെ ആ ഒരു ഹെയർ ക്രാബ് കൊണ്ടേ ഇടുന്നു, വേണമെന്നുണ്ടെങ്കിൽ ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് അഞ്ജുവും ആ ഒരു പെൺകുട്ടിയും കൂടി ആ ഒരു കാട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. ശേഷം ആ ഒരു ഹെയർ ക്രാബ് എവിടെ നിന്നാണോ കിട്ടിയിട്ടുള്ളത് ആ സെയിം സ്ഥലത്ത് തന്നെ അവർ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അവർ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജുവിന്റെ ഫോണിലേക്ക് ഒരു കോള്. അഞ്ജു നോക്കുമ്പോൾ അത് ആ പെൺകുട്ടീൻ്റെ നമ്പറിൽ നിന്നായിരിക്കും കോള് വരുന്നുണ്ടാവുക. അഞ്ജു ചോദിക്കും, നീ എന്താ ഇത്ര അടുത്ത് നിന്നിട്ട് എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നേ, നിനക്ക് നേരിട്ട് സംസാരിച്ചാൽ പോരെയെന്ന്. അപ്പോൾ പെൺകുട്ടി അവളെ ഫോൺ എടുത്ത് കാട്ടി കൊടുക്കും, ഇതേ നോക്ക് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. അവര് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നെ ഇവൾ ചെയ്യാത്ത ഇത് വേറെ ആരാ ചെയ്യുന്നത്? എന്നാൽ അഞ്ജുവിന്റെ ഫോണ് റിങ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പറയും, നീ ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്ക്, സ്പീക്കറിലിട്ട് സംസാരിക്ക്, നമുക്ക് നോക്കാലോ അവരെന്താ പറയുന്നതെന്ന്. അങ്ങനെ അഞ്ജു ആ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ ചോദിച്ച ഉടൻ തന്നെ ഈ പെൺകുട്ടീന്റെ ശബ്ദമാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കേൾക്കുക. അവൾ നേരെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, അഞ്ജു എനിക്കൊരു ഹെയർ ക്രാബ് വേണം, ഡിസൈൻ ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം, സെയിം ഡിസൈൻ തന്നെ വേണം, ഒരു പരിപാടി ഉണ്ടെന്ന്. ഇത് പറഞ്ഞ് ഫോൺ കട്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഈ പെൺകുട്ടിയും അഞ്ജുവും മുഖാമുഖം നോക്കി നിൽക്കുന്നുണ്ട്. പേടിച്ച് അവർ ഓടുന്ന ഒരു ഭാഗം വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.